ഹലോ, നമസ്കാരം. ഈ വർഷം SSLC പരീക്ഷ എഴുതി റിസൾട്ടിന് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ വിജയാശംസകൾ നേരുന്നു. പുതിയ പാഠ്യപദ്ധതിയെ, പുതിയ പാഠപുസ്തകത്തെ പരിചയപ്പെടുവാനായിട്ട് ആദ്യമായി അവസരം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആശങ്കകളും നിങ്ങൾക്കുണ്ട്, അതിൻ്റേതായ പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ട്. പുതിയ പാഠ്യപദ്ധതിയെ ആദ്യമായി പരിചയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഓരോ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് ചുറ്റിനും കുറേ പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ചുറ്റുമുള്ള ബന്ധുക്കൾ, കൂട്ടുകാർ, അയൽപക്കക്കാർ എല്ലാവരും നമ്മുടെ റിസൾട്ട് എന്തായി എന്ന് ചോദിച്ച് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ അരികിലേക്ക് വന്നേക്കാം. മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ, ചില വിഷയങ്ങളിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഹാസശരങ്ങളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. അതിനേക്കാളൊക്കെ അപ്പുറം കുത്തുവാക്കുകൾ നേരിടേണ്ടി വന്നേക്കാം. ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുവാനുള്ള മാനസികമായ കരുത്ത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും ഉണ്ടാകണം എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മുടെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എത്രയോ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത രീതിയിൽ എത്രയോ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നു. അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥിയുടെയും മുഖം വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം, ചുവരെഴുത്തുകളിലൂടെ പ്രചരണം, ഫ്ലെക്സുകൾ നിറയുന്നു, പോസ്റ്ററുകൾ നിറയുന്നു. നമുക്ക് മുന്നിലൂടെ അവർ റാലിയായും അണികളെ നയിച്ചുമൊക്കെ നമുക്ക് മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഒരു പ്രത്യേകമായ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം മുഴുവൻ അവരിങ്ങനെ കറങ്ങി നടന്നിട്ട് പറയും, ഞാൻ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത്. ഓരോ വീടുകളിലും കയറിയിറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിക്കും. ഒടുവിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരാരും ജീവിതം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. കേരളത്തിൻ്റെ കൗമാരത്തിന് ചിലപ്പോഴെങ്കിലും ചിലതൊക്കെ സഹിക്കുവാനുള്ള ഒരു കരുത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ജീവിക്കുവാനുള്ള കൊതി നഷ്ടപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട്. ചില ചെറിയ പരാജയങ്ങളിൽ തട്ടി വീണു പോകും, അവിടെ കിടക്കും, എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ. ഒന്നോർത്ത് നോക്കിയേ, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എത്രയോ സ്ഥാനാർത്ഥികളാണ് പരാജയപ്പെട്ടത്. അവരാരും നിരാശപ്പെട്ട് അങ്ങ് മുറികളിൽ ഒതുങ്ങിക്കൂടുന്നില്ല, ആരെയും അഭിമുഖീകരിക്കാതെ നടക്കുന്നില്ല. അവരുടെ പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ മുഖത്തു നോക്കി, ചോദിക്കുന്നവരോട് മുഖത്തു നോക്കി പറയുവാനുള്ള ആർജവവും അവർ കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട് നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരേണ്ടത്. തോൽവി എന്നുള്ളത് അവസാന വാക്കല്ല, ജീവിതത്തിൻ്റെ അവസാനവുമല്ല. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ജീവിതങ്ങളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വലിയ മാർക്ക് വാങ്ങി A+ വാങ്ങി പരീക്ഷകളിൽ വിജയിച്ചവരായിരിക്കണമെന്നില്ല ജീവിതത്തിൽ വിജയിക്കുന്നത്. ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണമെങ്കിൽ ഉള്ളിലൊരു കരുത്തുണ്ടാകണം. നമ്മെ പരിഹസിക്കുന്നവരുടെ മുന്നിലൂടെ ശിരസ്സുയർത്തി വിജയത്തിൻ്റെ ആ നാളുകളിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് സ്വപ്നം കാണണം. ഉള്ളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ടാകും. ചിലരെങ്കിലും അമിതമായ സമ്മർദ്ദത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും നമ്മൾ നഷ്ടബോധത്തിൻ്റെ തീച്ചൂളയിൽ ഇങ്ങനെ വെന്തുരുകി ഇരിക്കരുത്. അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ സഫലമാക്കുവാനായിട്ട് ഇനിയും ഒരുപാട് അവസരങ്ങൾ, സാധ്യതകൾ ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. കൃത്യമായ ഒരുക്കം, കൃത്യമായ പരിശ്രമം, ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കൽ, ഇതൊക്കെ തന്നെ മതി ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട്. ജീവിതത്തിൽ എന്ത് നേടി എന്നതിൻ്റെ ഉത്തരം ഉണ്ടാകണം. അതിനുള്ള പ്രയത്നമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നാളെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ തളർന്നു പോയാൽ ഒരുപക്ഷെ നമുക്ക് ചുറ്റിനും നിന്നും കുത്തുവാക്കുകൾ, നമ്മളധികം സ്നേഹിക്കുന്നവരിൽ നിന്ന് പോലും, നമ്മൾ അധികം വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും കുത്തുവാക്കുകൾ കേട്ടേക്കാം. നമ്മുടെ മാതാപിതാക്കൾ പോലും കുറ്റപ്പെടുത്തിയേക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും കുറ്റപ്പെടുത്തിയേക്കാം. SSLC പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഓരോ പരാജയവും അല്ലെങ്കിൽ ഓരോ വീഴ്ചകളും നമുക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട്.
ആ തിരിച്ചറിവിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ കുറച്ചുകൂടി മൂർച്ച കൂട്ടി മുന്നേറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അവസരങ്ങളും സാധ്യതകളും നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഉദാഹരണം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഒരു പ്രത്യേക പ്രദേശം അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ എല്ലാ ചാനലുകളിലും നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഓരോ മത്സരാർത്ഥികളുടെയും അഭിമുഖങ്ങളും അവരെക്കുറിച്ചുള്ള വാർത്തകളും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ പരാജയപ്പെട്ട ഒരാൾ പോലും തളർന്നിരിക്കാതെ വീണ്ടും അവരുടേതായ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് നേരെ എത്രയോ സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, അവർക്ക് നേരെ എത്രയോ കുത്തുവാക്കുകൾ വന്നിട്ടുണ്ട്, അവരെത്രയോ അവഗണനകളെ, എത്രയോ കുറ്റപ്പെടുത്തലുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ശിരസ് കുനിഞ്ഞ് എല്ലാം കൈവിട്ടുപോയി, ഇനിയൊരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. ആ ഒരു പ്രചോദനമാണ് നമ്മളും ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ ഫലം എന്തുമായിക്കൊള്ളട്ടെ, മാർക്ക് കുറഞ്ഞു പോയിക്കൊള്ളട്ടെ, നമ്മുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ അതിൻ്റെതായ പൂർണ്ണതയിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കാതെ വന്നോട്ടെ, അധ്യാപകരുടെ പ്രതീക്ഷകളെ അതിൻ്റെ പൂർണ്ണതയിൽ സഫലമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വന്നോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ തന്നെയാണ്. നമുക്കിനിയും സാധ്യതകളും അവസരങ്ങളുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്. തോറ്റുപോയി എന്നോർത്തോ, A+ കിട്ടിയില്ല എന്നോർത്തോ, A+ കുറഞ്ഞു പോയി എന്നോർത്തോ ഒരു കാരണവശാലും വിഷമിക്കരുത്, തളർന്ന് പോകരുത്. കാരണം നമുക്ക് നമ്മുടെ കരുത്ത് തെളിയിക്കുവാനായിട്ട്, നമ്മുടെ കഴിവ് തെളിയിക്കുവാനായിട്ട്, നാം ആരാണെന്ന് തെളിയിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു കനലുണ്ട്. ആ കനലിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നമുക്ക് മുന്നിലൂടെ പോകുന്ന സാധ്യതകളെ കാണുവാൻ സാധിക്കും. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. അവിടേക്ക് കയറി ചെല്ലുവാനും ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ A+ നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി നുണയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് സുന്ദരമായ ഈ ലോകത്ത് ഒരുപാട് ചങ്ങാതിമാർ നമുക്ക് കൂട്ടായി വരും. ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് റിസൾട്ട് എന്തു തന്നെയായാലും തളർന്നു പോകരുത്, തളർന്നിരിക്കരുത്. എല്ലാവർക്കും വിജയത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു.